തരിശു കിടന്ന ഏക്കർ കണക്കിന് പാടശേഖരത്ത് പൊന്നു വിളയിച്ചിരിക്കുകയാണ് തുറവുംകരയിൽ ഒരു കൂട്ടം യുവാക്കൾ. 10 ഏക്കർ സ്ഥലത്താണ് ഇവർ കൃഷി നടത്തിയത്. തുടർന്നും കൃഷി നടത്തുവാനുള്ള തീരുമാനത്തിലാണ് ഇവർ. തരിശായി കിടന്ന നിലത്ത് പൊന്നു വിളയിച്ച് മാതൃകയായിരിക്കുകയാണ് ഒരുപറ്റം യുവാക്കൾ. തുറവുംകരയിലെ ശ്രീ വിവേകാനന്ദ നവജ്യോതി പുരുഷ സ്വയം സഹായ സംഘങ്ങൾ ചേർന്നാണ് ഏക്കർ കണക്കിന് പാടശേഖരത്ത് വിത്തെറിഞ്ഞത്. വിളവെടുത്തപ്പോൾ 100% വിളവായിരുന്നു ഇവർക്ക് ലഭിച്ചത്. എറണാകുളം ജില്ലയിലെ തന്നെ പ്രധാന പാടശേഖരമായിരുന്നു തുറവുംകരയിലുള്ളത്. എന്നാൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം വന്നതോടെ ഈ പാടശേഖരങ്ങൾ പകുതിയും ഇല്ലാതെയായി. പിന്നീട് ഉണ്ടായിരുന്ന പാടശേഖരങ്ങൾ തരിശായി കിടന്നു. ഇതേ തുടർന്നാണ് ഇവിടുത്തെ ഒരുപറ്റം യുവാക്കൾ ഈ പാടശേഖരത്ത് വിത്തെറിയാൻ തീരുമാനിച്ചത്. നഷ്ടപ്പെട്ടു പോയ കാർഷിക സംസ്കൃതിയെ തിരികെ പിടിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇവർക്ക്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഗ്രാമങ്ങളിൽ ഒരു കാർഷിക സംസ്കാരം തന്നെ നിലനിന്നിരുന്നു. ഒരു വലിയൊരു പാടശേഖരമായിരുന്നു നമ്മുടെ ഈ ഭാഗത്തുണ്ടായിരുന്നത്. ഈ ജില്ലയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു നെല്ലുൽപാദന ഒരു പാടശേഖരമായിരുന്നു നമ്മുടെ ഈ ഭാഗം. പക്ഷേ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ വരവോടുകൂടി നമ്മുടെ ഈ പാടങ്ങളെല്ലാം തന്നെ നമ്മൾ ഇതിനു വേണ്ടി എഴുതി കൊടുക്കേണ്ടി വന്നു. അതിനുശേഷം ഈ നെൽകൃഷി പോലുള്ള ഈ കൃഷികളെല്ലാം നിലച്ചു പോവുകയുണ്ടായി. ശേഷിച്ച പ്രദേശങ്ങളെല്ലാം അങ്ങനെ തരിശായി കിടന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്കറിയാം ഇന്ന് അരിക്ക് വലിയ വില കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കാർഷിക സംസ്കാരം നിലനിർത്താൻ വേണ്ടി പുതിയ തലമുറയ്ക്ക് ഈ സംസ്കാരം പഠിക്കുന്നതിനും കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും അറിയുന്നതിനും അനുഭവിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൃഷി രീതിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. 3 പൂപ്പൻ നെൽകൃഷി വരെ ചെയ്തിരുന്ന പാടമായിരുന്നു ഇത്. അതാണ് ഒരു കാലത്ത് നിന്നുപോയത്. എന്നാൽ കഠിന പ്രയത്നമുണ്ടെങ്കിൽ ഏത് തരിശു നിലത്തും പൊൻകതിർ വിളയിക്കാമെന്ന് തെളിയിക്കുകയാണ് ഇവർ. ഞങ്ങളിത് ആരംഭിച്ചപ്പോൾ ഇത്ര വിജയമാവുമെന്നും ഞങ്ങൾ കരുതിയില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കുടെയും പ്രയത്നം കൊണ്ട് ഒക്കെ ഒരു നല്ല വിജയത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ 2 സംഘത്തിലെല്ലാവർക്കും അതിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഒരു ഫലം ഞങ്ങൾക്കിപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിനെല്ലാവരോടും വളരെയേറെ നന്ദിയുണ്ട്. ഇനിയും ഇതുപോലുള്ള സംരംഭങ്ങൾ ഞങ്ങൾക്ക് തുടങ്ങാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ലാഭം മാത്രമല്ല ഇവരുടെ ലക്ഷ്യം. വരും തലമുറയ്ക്ക് ഒരു മാതൃകയാവുകയാണ് ഇവർ. തുടർന്നും വിത്തെറിഞ്ഞ് പൊന്നു വിളയിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം.